ഒരു സാധാരണ +2 വിദ്യാർത്ഥിക്ക് രാജ്യത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ബോർഡിന്റെ ടെൻഡർ പ്രക്രിയകളിലെ വൻ അഴിമതികൾ പുറത്തു കൊണ്ടുവരാൻ കഴിയുമോ? കേൾക്കുമ്പോൾ അതിശയം തോന്നാമെങ്കിലും 17 വയസ്സ് മാത്രം പ്രായമുള്ള സാർത്ഥക് സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥി ഇന്ന് ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെ പരമോന്നത സഭയായ പാർലമെന്റിലെ ഒരു പാനലിന് മുന്നിൽ താൻ നടത്തിയ അന്വേഷണ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ച് ചരിത്രം കുറിച്ചിരിക്കുകയാണ്. CBSEയുടെ പുതിയ ഡിജിറ്റൽ മൂല്യനിർണ്ണയ സംവിധാനമായ ഓൺ സ്ക്രീൻ മാർക്കിംഗ് ടെൻഡറുകൾ നടന്ന കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേടുകളാണ് ഈ കൗമാരക്കാരൻ തന്റെ കമ്പ്യൂട്ടറിന് മുന്നിൽ നിന്ന് അനാവരണം ചെയ്തത്. വെറുമൊരു ബ്ലോഗ് പോസ്റ്റിലൂടെ ആരംഭിച്ച സാർത്ഥകിന്റെ ഈ പോരാട്ടം ഇന്ന് രാഹുൽ ഗാന്ധി, അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെ ഏറ്റെടുക്കുകയും പാർലമെന്റ് സമിതിയുടെ ഔദ്യോഗിക പുനഃപരിശോധനയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തിരിക്കുന്നു. 2025-26 അധ്യയന വർഷത്തിൽ CBSE +2 പരീക്ഷ എഴുതിയ 17 ലക്ഷം വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു സാർത്ഥക് സിദ്ധാർത്ഥ്. പരീക്ഷാ ഫലം വന്നപ്പോൾ തന്റെ ചില പേപ്പറുകൾക്ക് വിചാരിച്ചതിലും വളരെ കുറഞ്ഞ മാർക്കാണ് ലഭിച്ചതെന്ന് അവൻ തിരിച്ചറിഞ്ഞു. മാർക്ക് പുനഃപരിശോധനയ്ക്കായി ഡിജിറ്റൽ ഉത്തരക്കടലാസിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളും പുറത്തു വന്നത്. ചില പേജുകൾ വ്യക്തമല്ലാത്ത രീതിയിൽ ബ്ലറായവയായിരുന്നു. ചില പേജുകൾ പൂർണ്ണമായും അപ്രത്യക്ഷവുമായിരുന്നു. ചില ഉത്തരങ്ങൾ നോക്കുക പോലും ചെയ്യാതെയാണ് മാർക്കിട്ടിരുന്നത്. പല വിദ്യാർത്ഥികളും ഇത് തങ്ങളുടെ വിധിയാണെന്ന് കരുതി സമാധാനിച്ചപ്പോൾ സാർത്ഥക് ഈ പിഴവിന് പിന്നിലെ സാങ്കേതിക വിദ്യയെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചു. CBSE ഇത്തവണ ഡിജിറ്റൽ മൂല്യനിർണ്ണയത്തിനായി ഉപയോഗിച്ച OSM പോർട്ടലിലെ തകരാറുകളാണ് ഇതിന് കാരണമെന്ന് അവൻ മനസ്സിലാക്കി. അവിടെ നിന്നാണ് ഇത്രയും മോശം നിലവാരമുള്ള ഒരു സോഫ്റ്റ്വെയർ സംവിധാനം CBSE എങ്ങനെ തിരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിലേക്ക് അവൻ എത്തിയത്. കേന്ദ്ര ഗവൺമെന്റിന്റെ പബ്ലിക് പ്രൊക്യൂർമെന്റ് പോർട്ടലിൽ ലഭ്യമായ CBSEയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും സാർത്ഥക് ഡൗൺലോഡ് ചെയ്ത് പരിശോധന തുടങ്ങി. ദിവസങ്ങളോളം കഠിനാധ്വാനം ചെയ്ത് ഏകദേശം 576-ലധികം CBSE ടെൻഡർ രേഖകളാണ് അവൻ വിശകലനം ചെയ്തത്. ഇതിനെല്ലാം ഒടുക്കമാണ് CBSE തങ്ങളുടെ നിയമങ്ങൾ അട്ടിമറിച്ചു നൽകിയ 15ഓളം വലിയ ക്രമക്കേടുകളെ കുറിച്ചുള്ള വമ്പൻ വെളിപ്പെടുത്തലുകൾ തന്റെ ബ്ലോഗിലൂടെ അവൻ പുറത്തുവിട്ടത്. 3 ഘട്ടങ്ങളിലായാണ് OSM കരാറിനായുള്ള ടെൻഡർ പ്രക്രിയകൾ നടന്നതെന്നാണ് സാർത്ഥക് കണ്ടെത്തിയത്. ഒന്നാം ഘട്ടം 2025 ഫെബ്രുവരിയിലും ഈ ടെൻഡർ പിന്നീട് ഗവൺമെന്റിന്റെ മാർക്കറ്റ് പ്ലേസ് റെക്കോർഡുകളിൽ നിന്ന് ദുരൂഹമായ സാഹചര്യത്തിൽ അപ്രത്യക്ഷമായി. രണ്ടാം ഘട്ടം നടന്നത് 2025 മെയിലാണ്. IT ഭീമന്മാരായ TCS അടക്കമുള്ള 4 കമ്പനികൾ ഇതിൽ പങ്കെടുത്തു. എന്നാൽ എല്ലാവരെയും സാങ്കേതിക പരിശോധനയിൽ പരാജയപ്പെട്ടുവെന്ന് കാണിച്ച് ഈ ടെൻഡർ റദ്ദാക്കി. പിന്നീട് മൂന്നാം ഘട്ടം നടക്കുന്നത് 2025 ആഗസ്റ്റിലാണ്. ഈ ഘട്ടത്തിലാണ് ഹൈദരാബാദ് ആസ്ഥാനമായ കോഎംറ്റ് എഡ്യൂടെക് എന്ന കമ്പനിക്ക് കരാർ ലഭിക്കുന്നത്. രണ്ടാമത്തെയും മൂന്നാമത്തെയും ടെൻഡർ രേഖകൾ പരസ്പരം താരതമ്യം ചെയ്തപ്പോഴാണ് CBSE കോഎംറ്റ് എന്ന ഒരൊറ്റ കമ്പനിയെ സഹായിക്കാനായി തങ്ങളുടെ നിബന്ധനകളിൽ വലിയ ഇളവുകൾ വരുത്തിയതായി സാർത്ഥക് കണ്ടെത്തിയത്. ആദ്യം പൂർവ്വകാല ചരിത്രം മായ്ച്ചു കളഞ്ഞു. മുൻപ് കരാറുകൾ പൂർത്തിയാക്കാത്തതോ മോശം പ്രകടനം കാഴ്ചവെച്ചതോ ആയ കമ്പനികളെ അയോഗ്യരാക്കണമെന്ന 3 കർശന വകുപ്പുകൾ പുതിയ ടെൻഡർ രേഖയിൽ നിന്ന് CBSE പൂർണ്ണമായും നീക്കം ചെയ്തു. കരിമ്പട്ടിക നിയമനത്തിലെ കൃത്രിമമായിരുന്നു അടുത്തത്. പഴയ ടെൻഡറിൽ മുമ്പ് കരിമ്പട്ടികയിൽ ഉൾപ്പെട്ട കമ്പനികൾക്ക് യോഗ്യതയില്ല എന്നായിരുന്നു നിബന്ധനയെങ്കിൽ പുതിയ രേഖയിൽ അത് നിലവിൽ കരിമ്പട്ടികയിൽ ഉള്ളവർക്ക് മാത്രം വിലക്ക് എന്ന് തിരുത്തി. മുമ്പ് കരിമ്പട്ടികയിൽ പെട്ടിട്ടുള്ള കോഎംറ്റ് കമ്പനിയെ സഹായിക്കാനായിരുന്നു ഇത്. സാമ്പത്തിക ഇളവുകൾ വരുത്തുകയാണ് അടുത്തത് ചെയ്തത്. ടെൻഡറിൽ പങ്കെടുക്കാൻ ആവശ്യമായ 50 കോടി രൂപയുടെ വാർഷിക വിറ്റുവരവ് എന്ന പരിധിയിൽ കോഎംറ്റ് കമ്പനി കഷ്ടിച്ചാണ് യോഗ്യത നേടിയത്. ടാറ്റ കൺസൾട്ടൻസി സർവീസസ് പോലെയുള്ള മുൻനിര കമ്പനികളെക്കാൾ ഈ കമ്പനിക്ക് CBSE മുൻഗണന നൽകിയതിന്റെ കാരണം വ്യക്തമാണെന്ന് സാർത്ഥക് ചൂണ്ടിക്കാണിക്കുന്നു. ഏറ്റവും ഒടുക്കം സോഫ്റ്റ്വെയറിന്റെ ഡാറ്റാ സുരക്ഷാ മാനദണ്ഡങ്ങളിലും മാക്സിമം തെറ്റുവരാതെ നിരക്കിലും CBSE വലിയ വിട്ടുവീഴ്ചകൾ ചെയ്തു. സാർത്ഥക് പുറത്തുവിട്ട വിവരങ്ങളിൽ ഏറ്റവും ഞെട്ടിക്കുന്നത് കോഎംറ്റ് എഡ്യൂടെക് എന്ന കമ്പനിയുടെ പശ്ചാത്തലമാണ്. മുൻപ് ഗ്ലോബറേന എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ കമ്പനി തെലങ്കാനയിലെ പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ വരുത്തിയ കടുത്ത സാങ്കേതിക പിഴവുകൾ കാരണം മുൻപ് വലിയ വിവാദത്തിലായതാണ്. അന്ന് തെറ്റായ റിസൾട്ടുകൾ കണ്ട് മനംനൊന്ത് 23 വിദ്യാർത്ഥികളാണ് ആത്മഹത്യ ചെയ്തത്. ഇത്രയും വിവാദമായ പശ്ചാത്തലമുള്ള ഒരു കമ്പനിക്കാണ് ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവി നിർണ്ണയിക്കുന്ന മൂല്യനിർണ്ണയ ചുമതല CBSE പരവതാനി വിധിച്ചു നൽകിയെന്ന് സാർത്ഥക് തെളിവുകൾ സഹിതം തെളിയിച്ചു. സോഷ്യൽ മീഡിയയിലൂടെയും എത്തിക്കൽ ഹാക്കർമാരുടെയും സഹായത്തോടെയും സാർത്ഥകിന്റെ ഈ കണ്ടെത്തലുകൾ രാജ്യമൊട്ടാകെ ചർച്ചയായി. വിഷയം പാർലമെന്ററി സമിതിയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ വിദ്യാഭ്യാസം, സ്ത്രീകൾ, കുട്ടികൾ, യുവാക്കൾ, കായികം എന്നിവയുമായി ബന്ധപ്പെട്ട പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുന്നിൽ നേരിട്ട് ഹാജരായി പ്രസന്റേഷൻ നൽകാൻ സാർത്ഥകിന് ക്ഷണം ലഭിച്ചു. കോൺഗ്രസ് നേതാവും MPയുമായ ദിഗ്വിജയ് സിംഗ് അധ്യക്ഷനായ സമിതിക്ക് മുമ്പിൽ പതർച്ചയില്ലാതെയാണ് സാർത്ഥക് CBSEയുടെ കള്ളക്കളികൾ ഓരോന്നായി വിവരിച്ചത്. ഒരു വിദ്യാർത്ഥി നൽകിയ ഈ ഞെട്ടിക്കുന്ന തെളിവുകൾ സ്വീകരിച്ച പാർലമെന്ററി പാനൽ വിഷയത്തിൽ ഉടനടി വിശദീകരണം നൽകാൻ CBSEയുടെ ചെയർമാനും കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിക്കും ഔദ്യോഗികമായി സമൻസ് അയച്ചിരിക്കുകയാണ്. തന്റെ മാർക്കിന് വേണ്ടി മാത്രം പോരാടാതെ രാജ്യത്തെ ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ അവകാശത്തിനും വിദ്യാഭ്യാസ രംഗത്തെ സുതാര്യതയ്ക്കും വേണ്ടി ശബ്ദമുയർത്തിയ സാർത്ഥക് സിദ്ധാർത്ഥ് ഇന്ന് ഇന്ത്യയിലെ യുവതലമുറയുടെ പോരാട്ട വീര്യത്തിന്റെ പ്രതീകമായി മാറിയിരിക്കുകയാണ്. സാർത്ഥകിന്റെ വെളിപ്പെടുത്തൽ ഏറ്റുപിടിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും രംഗത്തെത്തിയിട്ടുണ്ട്. കൗമാരക്കാരന്റെ വെളിപ്പെടുത്തൽ സ്വതന്ത്ര ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പൊതുമേഖലയിലെ ടെൻഡർ പ്രക്രിയകളിൽ ഇനിയെങ്കിലും കൃത്യമായ സുതാര്യത ഉറപ്പാക്കാൻ ഈ കൊച്ചുമിടുക്കൻ അന്വേഷണം വഴിവെക്കുമെന്നാണ് രാജ്യം പ്രതീക്ഷിക്കുന്നത്.